അപ്പോൾ ആ ഭാഗത്ത് നല്ല ഹെയറി നേച്ചറുള്ള ഇൻഡിവിജ്വൽസ് ഉണ്ടാവും, കൂടുതൽ ഭയങ്കരമായിട്ട് സ്വെറ്റ് ചെയ്യുന്ന ആൾക്കാർ. അവിടെ ഈ സ്വെറ്റ് ഗ്ലാൻസും ഓയിൽ സെക്രേറ്റിംഗ് ഗ്ലാൻസും എല്ലാം ഉണ്ടാവും. അപ്പോൾ ഈ ഹെയർ, ടഫ്റ്റ് ഓഫ് ഹെയർ അതിൻ്റെ അകത്തോട്ട് കയറി പോകുന്നതാണ്. നമ്മൾ ആക്ച്വലി ഈ ഹെയർ പുറത്താണ് നിൽക്കേണ്ടത്, ഇത് അകത്തോട്ട് കയറി പോകും, ഈ ഗ്ലാൻസിൻ്റെ അകത്തോട്ട്. എന്നിട്ട് ഈ ഗ്ലാൻസ് ഇൻഫെക്റ്റഡ് ആവും. അപ്പോൾ അവിടെ ഇൻറ്റൻസ് പെയിൻ വരും, ഒരു ആപ്സസ് പഴുപ്പ് പോലെ വന്ന് അതിങ്ങനെ പൊട്ടി വെള്ളം ഒലിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഇത് കൂടുതൽ വരുന്നത്, നമ്മൾ ഇനീഷ്യലി പറയുന്നുണ്ടായിരുന്നത് ഡ്രൈവേഴ്സ് ഈ ലോങ് റൺ ആയ ഫോർ ലോങ് ഡിസ്റ്റൻസ് ഒക്കെ ട്രാവൽ ചെയ്യുന്ന ജീപ്പേഴ്സ് ബോട്ടം എന്നൊക്കെ പറഞ്ഞൊരു പേരാണിത്. അപ്പോൾ ഡ്രൈവേഴ്സ് ലോങ് സിറ്റിംഗ് പോസ്റ്ററിൽ ഭയങ്കരമായിട്ട് സ്വെറ്റ് ചെയ്ത്, ഈ പറഞ്ഞ പേഴ്സണൽ ഹൈജീനും ഇതിൻ്റെ ഒരു ഫാക്ടറാണ്. അപ്പോൾ ഇങ്ങനെ കുളിക്കാനൊന്നും പറ്റാതെ ലോങ് ട്രാവലൊക്കെ ചെയ്യുമ്പോൾ ആ ഭാഗത്ത് ഇൻഫെക്ഷൻ വരുന്നതാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ കണ്ടുവരുന്നത് നമ്മൾ ഈ എൻട്രൻസിനൊക്കെ വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന പിള്ളേർ, ഇപ്പോൾ നീറ്റ് പി ജി ആസ്പിറൻസ്, നമ്മളങ്ങനെ, അതായത് അവർ ലോങ് അവേഴ്സ്, ഒരു 12 to 14 hours ഒക്കെ ഇരുന്ന് അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന പിള്ളേർ, അവരൊക്കെയാണ് ഇപ്പോൾ കൂടുതലായിട്ട് കാണിക്കാൻ വരുന്നത്. പിന്നെ ഈ IT പ്രൊഫഷണൽസ് കൂടുതലായിട്ട് ഇരുന്ന് അങ്ങനെ ഉള്ള, പിന്നെ ഈ ഡ്രൈവേഴ്സ്, ഈ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരിലാണ് ഇത് കൂടുതൽ കാണുന്നത്. ഇപ്പോൾ നോർമൽ കേസിൽ ആ ഒരു ഭാഗം ആയതുകൊണ്ട് അവർക്ക് സ്വയം ഇതെന്താണെന്ന് റിയലൈസ് ചെയ്യാൻ പറ്റില്ല. ഇനീഷ്യലി അതൊരു പെയിൻ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നോർമൽ കേസിൽ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്ക് പെയിൻ എന്ന് പറഞ്ഞ് ഇവർ ബാക്ക് പെയിനുള്ള മെഡിസിൻ എടുക്കും. ഇങ്ങനെ വരുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇൻഫെക്ഷൻ ആയി ആപ്സസ് ആയി എന്നുണ്ടെങ്കിൽ നമ്മൾ ആ പഴുപ്പ് കീറി കളയണം. അല്ല, ഈ പഴുപ്പ് ആവുന്നതിൻ്റെ മുമ്പാണെങ്കിൽ നമ്മൾ ഈ ഞാൻ പറഞ്ഞ ടഫ്റ്റ് ഓഫ് ഹെയർ, ഈ ഹെയർ ഒക്കെ അതിൻ്റെ അകത്തോട്ട് കയറിപ്പോകും, അത് ആക്ച്വലി റിമൂവ് ചെയ്യണം. അപ്പോൾ അത് കംപ്ലീറ്റ്ലി നമ്മൾ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ, അപ്പോൾ അതിന് ലേസർ ട്രീറ്റ്മെൻ്റ് ഒക്കെ ഉണ്ട്. നമ്മൾ ആ അതിൻ്റെ ഉള്ളിലോട്ട് ഒരു ഡിപ്രഷൻ പോലെ ഫോം ചെയ്യും. ആ ട്രാക്ക് നമ്മൾ ലേസർ വെച്ച് ബേൺ ചെയ്യാം, അല്ലെങ്കിൽ നമുക്കത് ഒരു മൈനർ സർജറി പ്രൊസീജിയറാണ്, അത് നമുക്ക് റിമൂവ് ചെയ്താൽ ഈ പ്രശ്നം തീരും. പക്ഷേ ഇത് വെച്ചോണ്ട് ഇരുന്ന് കഴിഞ്ഞാൽ ഈ പറഞ്ഞ ആ ഭാഗത്ത് ഫുള്ളും ഒരുപാട് ഇത് സ്പ്രെഡാവും. നമ്മൾ ആകെ ഒരു പഴുപ്പുള്ള സ്ഥലത്ത് ചുറ്റും നമ്മളത് ട്രീറ്റ് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ കുറേ സ്ഥലങ്ങളിലേക്ക് അത് സ്പ്രെഡായി പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഏർലിയർ ദ ബെറ്റർ.